10,000 പത്തിയുള്ള ഒരു വിഷസർപ്പമായിട്ടാണ് ഞാൻ സംഘപരിവാറിനെ കാണുന്നത്. തുറന്നു പറയുക, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു. ചില സഖാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞത് പങ്കുവെക്കാം. സഖാവ് RSSും BJP ഒക്കെ ആയിട്ട് ഒരിക്കലും സഹകരിക്കലും നമ്മൾ വിചാരിച്ച ചില ആളുകളെല്ലാം ഇവിടെ ചെറിയ രൂപത്തിൽ അവരൊക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്നു, അവരുടെ അനുഭാവികളായിട്ട് മാറുന്നു എന്ന് കാണുമ്പോൾ മറ്റൊരു പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കുന്നു കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പുതിച്ചാൽ നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാമെന്ന് കരുതും. പക്ഷെ ഇതല്ല, ഇത് വേറൊരു പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിനെ നേരിടാൻ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം, കേരളത്തിലും ഇത് സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗൗരവത്തിൽ ഇതിനെ കണ്ട് ഇതിനുള്ള പ്രതിരോധങ്ങൾ വികസിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഒട്ടും നമുക്ക് സമാധാനിക്കാൻ പറ്റാത്ത നിലയിലെ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിന് ഇതിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ട്, ഒട്ടേറെ കാരണങ്ങളല്ല. പക്ഷേ അതിൽ നമ്മൾ ശേഷിയുണ്ടെന്നൊരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. വളരെ വിചാരിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരാണ് ഈ RSSകാർ. ഇപ്പോൾ ത്രിപുര പോലൊരു സംസ്ഥാനത്തിൽ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ ഒരു ഭരണം വരുമെന്ന് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന് അത്ര. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറഞ്ഞ് ത്രിപുരയിലെ അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ടീമിനെ ഇറക്കുകയാണ് നിശബ്ദമായി, ആരും പുറമേ അറിയുന്നില്ല. ഓട്ടോറിക്ഷക്കാർ വഴി ഇവർ വഴിയെല്ലാം ഇറക്കിയിട്ട് വളരെ അടിസ്ഥാനരഹിതങ്ങളായ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരാക്ഷേപം, പുറത്ത് നടക്കുന്ന ആക്ഷേപം, മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിൻ്റെ മക്കൾ BJPയിലാണെന്നാണ്. അപ്പോൾ എനിക്ക് വിളിച്ചു ചോദിക്കേണ്ടി വന്നു, മക്കളില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുക. അപ്പം ഇത്തരം നുണകളാണ് അവിടെയും പ്രചരിപ്പിച്ചത്. 7ാം ശമ്പള കമ്മീഷൻ ആ രൂപത്തിൽ അവിടെ നടപ്പാക്കിയിരുന്നില്ല. അത് വലിയ സാമ്പത്തിക ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ ഇതും അതിനെ അപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചു നിൽക്കുകയാണ്. ചുരുക്കത്തിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ കൂട്ടമാണ് RSSും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും. അവർ ഓരോ സ്ഥലത്തും അവർക്ക് ആ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനൊരു പ്രൊജക്റ്റാണ്. അതൊരു പ്രത്യേക പ്രൊജക്റ്റാണ്. അത് BJPയുടെ എവിടെയും സ്വാധീനം ഉറപ്പിക്കാൻ അവിടെ എന്ത് വേണം എന്നുള്ളത് അവിടെ ഉള്ളവർ തീരുമാനിച്ച് അതിൽ പണം, മസിൽ പവർ, ആളുകളെ ഇപ്പം ചണ്ഡീഗറിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട ആളാണല്ലോ വോട്ട് കുത്തിയിടുന്നത്. അപ്പം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് വേണം ഇവരെ നേരിടാൻ. അപ്പം BJPയുടെയും RSSൻ്റെയും കുതന്ത്രങ്ങൾ നേരിടാനുള്ള മാർഗങ്ങൾ വേണ്ടത്ര പഠിച്ചിട്ടുണ്ടോ, അതിനെ നേരിടാൻ ചുമതല ഏറ്റെടുത്തിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അവർക്ക് അതിൽ ശേഷി നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ചോദ്യമുണ്ട്. ഇന്ത്യ ബ്ലോക്കിൽ സഹകരിക്കുന്നവർ എന്നുള്ള തരത്തിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യമാണ്, സംസാരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ കൃത്യമായിട്ടുള്ള ധാരണ വേണം BJPയെക്കുറിച്ച്. ആ ധാരണ സൗഹാർദ്ദപൂർവ്വം വിമർശനപരമായിട്ട് പറയുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കേരളത്തിലോ അഖിലേന്ത്യാ തലത്തിലോ ഇല്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് BJPയെക്കാളും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് തങ്ങളുടെ കടമയെന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നത്. ഇവിടെ ദേശീയ തലത്തിൽ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതല വരുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കീർണത കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ യോജിച്ച ചില പ്രവർത്തനങ്ങൾ നടത്താൻ അതിലുൾപ്പെട്ട പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് രൂപവൽക്കരിച്ച ഒരു ബ്ലോക്കാണ് ഇന്ത്യ ബ്ലോക്ക്. ആ ബ്ലോക്ക് രൂപീകരിക്കുമ്പോൾ തന്നെ ചില സംസ്ഥാനങ്ങൾ നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങളാൽ ആ സംസ്ഥാനങ്ങൾ ചിലപ്പോൾ പരസ്പരം മത്സരിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ രാഷ്ട്രീയമായ കൂട്ടുകെട്ട് സംസ്ഥാനത്തിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇതിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവർക്ക് ഇതിനറിയാം.
ഇപ്പം ഡൽഹിയിൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴും ഡൽഹി ക്യാപിറ്റൽ റീജിയൻ ടെറിട്ടറി ഭരിച്ചിരുന്നത് ഇന്ത്യ ബ്ലോക്കിലെ ഒരു പാർട്ടിയാണ്, ആം ആദ്മി പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ട് BJP അതും കൂടെ പിടിച്ചു. ആ പിടിച്ചതിൽ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ അവിടെ പരസ്പരം മത്സരിച്ചത് ഒരു ഘടകമല്ലേ? അപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കാം, മത്സരം ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സവിശേഷത കൊണ്ട് അഥവാ പരസ്പരം മത്സരിച്ചാൽ ആ മത്സരിക്കുമ്പം അവർ മുറുകെ പിടിക്കേണ്ട ഒരു തത്വം എന്താ? നമ്മൾ പരസ്പരം മത്സരിക്കുമ്പോൾ അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജായിട്ട് ഒരിക്കലും മാറാതിരിക്കാൻ നമ്മൾ കരുതൽ കാണിക്കണം. ആ കരുതൽ കാണിക്കാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൽ ഒരു പരിധിവരെ ആ കരുതലുണ്ട്. LDFും UDFും പരസ്പരം മത്സരിക്കുമ്പോഴും BJP അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. എന്നാൽ ചില സ്ഥലത്തെടുത്തു, നേമത്തെടുത്തു, അസംബ്ലിയിൽ, തൃശ്ശൂരെടുത്തു, പാർലമെൻറ്റിൽ. അപ്പോൾ അതിൽ ജാഗ്രതക്കുറവ് എവിടെ ഉണ്ടായി? അതിനകത്ത് ആത്മവിശ്വാസന വേണ്ടേ? ആത്മവിശ്വാസന വേണം. അപ്പോൾ അത്തരത്തിൽ പക്വമായി നമ്മൾ നീങ്ങണം. കേരളത്തിൽ ഇവരുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന് എതിരായ ഒരു സമീപനം BJPയുടെ ആപത്തിനെക്കുറിച്ച് ശക്തമായ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ BJP വിരുദ്ധ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. BJP ശക്തിപ്പെട്ടാലും അപകടമില്ല. ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ് തങ്ങളുടെ പ്രധാന കടമ. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ BJPയുമായിട്ട് ചെറിയ തോതിൽ സഹകരിച്ചാലും തെറ്റില്ല എന്ന നിലയിൽ അത് പ്രതിപക്ഷ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസും UDFും പിന്തുടരുന്ന സമീപനത്തിൻ്റെ ശ്രദ്ധക്കുറവും BJP കേരളത്തിൽ ശക്തിപ്പെടുന്നതിന് കാരണമാവുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് BJP ശക്തിപ്പെടുന്നതിനെതിരായി ജാഗ്രത പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാൻ ഇടതുപക്ഷവും CPIയും തയ്യാറാണ്. കേരളത്തിൽ അവരുടെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഒരു വളർച്ച ഇപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്, വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അവരുടെ ഒരു വളർച്ച എങ്ങനെയാണ് ഇവിടെ നോക്കിക്കാണുന്നത്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വളരെ കൗശലപൂർവ്വം ജനങ്ങൾക്കിടയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പല സ്ഥലത്തും അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിൽ അവർ ചെറുതും വലുതുമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. വിന്ധ്യനിപ്പുറത്തേക്ക് വർഗീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കടന്നു വരില്ല എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നെങ്കിൽ ഇന്നങ്ങനെ അഭിമാനിക്കാൻ കഴിയില്ല. ലോക്സഭയിലേക്കും ഒരാൾ കേരളത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ അസംബ്ലിയിലേക്കും ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ കഴിഞ്ഞു. ആ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അഭിമാനകരമാണെങ്കിൽ പോലും കേരളത്തിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ BJPയുടെ വളർച്ചയ്ക്ക് പങ്ക് വഹിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ചില കണക്കുകൾ വെച്ച് ആർക്കും കാണാവുന്നതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അസംബ്ലിയിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൻ്റെ കുത്തനെയുള്ള കുറവാണ് BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ട വോട്ടായിട്ട് മാറിയത് എന്നുള്ള കണക്ക് നേമം അസംബ്ലി മണ്ഡലം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് പിന്നെ BJP കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചത്. അത് UDFിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതാവ് എൻ്റെ സുഹൃത്ത് ശ്രീ TN പ്രതാപൻ ജയിച്ച സീറ്റാണ്. ജയിക്കുമ്പോൾ TN പ്രതാപന് കിട്ടിയ വോട്ടിൽ 1,84,000 ചിലവാനം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥി ജയിച്ച തിരഞ്ഞെടുപ്പിൽ കുത്തനെ കുറവുണ്ടായത്. ഏതാണ്ട് തത്തുല്യമായ വോട്ടാണ്, 75,000 വോട്ടാണ് അവിടെ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമായിട്ട് മാറിയത്. അപ്പം വളരെ വ്യക്തമാണ്. മാത്രമല്ല LDF സ്ഥാനാർത്ഥിക്ക് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 16,000 ചിലവാന വോട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചുമതല മുഴുവൻ, ഉത്തരവാദിത്വം മുഴുവൻ കോൺഗ്രസിനും UDFിനും മാത്രമാണെന്ന് കരുതാൻ പറ്റുമോ? മുഖ്യ പങ്ക് അവർക്ക് തന്നെയാണെന്ന് ഈ കണക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിലും മറ്റു പാർട്ടികളുടെ സ്വാധീനത്തിലേക്കും അവർ കടന്നു കയറുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലകളിലേക്കും BJP കടന്നു കയറുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലും BJPയുടെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം
യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് നേരിടുന്നതിന് വേണ്ട പ്രത്യേക പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ മതേതര ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമാണ്. കാരണം ഇത് സാധാരണഗതിയിലുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഭരണഘടനാബാഹ്യമായ അർദ്ധസൈനിക ദളമായി പ്രവർത്തിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. RSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. RSSൻ്റെ വിവിധ BJPയുടെ വിവിധ സംഘടനാ സംവിധാനങ്ങളിൽ RSSൻ്റെ ഒരു പ്രതിനിധിയുണ്ട്. അതിൻ്റെ സംഘടനാ ചുമതല വഹിക്കാൻ എല്ലാ തലങ്ങളിലുമുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം RSSൻ്റെ പ്രതിനിധികൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റുമായിട്ട് നടത്തിയ ചർച്ചയുടെ സാരാംശം പരിശോധിക്കുമെന്ന് അവർ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള തലത്തിൽ പല തീരുമാനങ്ങളും പല നയങ്ങളും എല്ലാം എടുക്കേണ്ടി വരും. പക്ഷേ 2 മേഖലകളിലുള്ള നയങ്ങൾ എല്ലാം RSSന് താല്പര്യമുള്ള നയങ്ങൾ തന്നെ ആയിരിക്കണം. മറ്റിടത്ത് പല ഡൈല്യൂട്ട് ചെയ്യാം, കുറച്ച് ലഘൂകരിക്കാം. ആ 2 മേഖലകൾ ഏതാണ്? വിദ്യാഭ്യാസവും സംസ്കാരവും. കാരണം ഇവരുടെ പ്രൊജക്റ്റ് തന്നെ കൾച്ചറൽ നാഷണലിസം എന്ന തരത്തിലാണ്, സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത്. അത് പ്രാവർത്തികമാകുന്നത് എങ്ങനെയാണെന്ന് 2 സ്ഥലത്ത് നോക്കിയാൽ മതി. വിചാരധാരയിൽ പറയുന്നുണ്ട് ആഭ്യന്തര ശത്രുക്കളായിട്ട് 3 കൂട്ടരുണ്ട്. ഫാസിസ്റ്റുകൾ എപ്പോഴും ഒരു അപരത്വത്വം നിർമ്മിച്ചിട്ട് അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനാണ് ശ്രമിക്കുക. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. ഗോൾവൽക്കറോട് നന്ദിയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണെന്ന് ഈ കൂട്ടത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും അറിയാമത് അവർ. പക്ഷേ അതൊന്നും അത്തരം കാര്യങ്ങളിൽ വളരെ ട്രാൻസ്പെറൻസി ഉള്ളവരാണ്, തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും അണിനിരത്തി ഒരു മനുഷ്യമോചനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നത് അവരാണ് ഈ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്. അതൊരു ഉദാസീനമായി കാണാവുന്ന കാര്യമല്ല. ഇവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട പാർട്ടി, ഇന്ത്യയിലത്തെ പ്രതിപക്ഷ പാർട്ടിയെക്കുറിച്ചുള്ള CPIMൻ്റെ വിമർശനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമാണ് പൊതുവിൽ കോൺഗ്രസ് BJPയെ കാണുന്നത്. അതല്ല. BJPക്കെതിരായിട്ടുള്ള സമരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 2% വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2024 തന്നെ നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേനെ, BJP ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞേനെന്നാണ് ഞാൻ വിനയപൂർവ്വം അഭിപ്രായപ്പെടുന്നത്. അതിൽ ശ്രദ്ധക്കുറവ് എവിടെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു അപ്പോർഷനിങ് ബ്ലെയിം അതിന് ഞാൻ പോകുന്നില്ല. പക്ഷേ കരുതൽ കുറവിൻ്റെയും ശ്രദ്ധക്കുറവിൻ്റെയും അതല്ലെങ്കിൽ നമ്മളങ്ങ് ജയിക്കും എന്നെല്ലാമുള്ള ഉദാസീനമായ സമീപനത്തിൻ്റെയും ഭാഗമായിട്ടാണ്